ഹേ ഗൈസ് അസ്സലാമു അലൈക്കും. കുറച്ചായി ഞാൻ എന്റെ അക്കൗണ്ടിൽ ഡെയിലി വ്ളോഗ്സ് ഒക്കെ ഇട്ടിട്ട് അപ്പൊ ഇന്ന് മുതൽ ഒരു ഡെയിലി വ്ളോഗ്സ് ഉണ്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഇത് ഫസ്റ്റത്തെ വീഡിയോ ആണ്. അപ്പൊ ഫസ്റ്റ് ഞാൻ ഇന്നെ ഇൻട്രോഡ്യൂസ് ചെയ്യാം. എന്റെ പേര് ആലുൽ റഹ്മാൻ. ഞാൻ UAE ഒരു പച്ച പ്രവാസിയായിട്ട് ജീവിതം നയിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ രാവിലെ നീക്കാ പണിക്ക് പോവാ, പിന്നെ വരെ കിടന്നുറങ്ങുക, പിന്നെ നീച്ച് പണിക്ക് പോവാ, ഇതന്നെ റിപ്പീറ്റ്. ഇതിന്റെ ഇടയിൽ ഞാൻ തിന്നാലായി, കുടിച്ചാലായി, ചിരിച്ചാലായി, ഈ ഒരു അവസ്ഥയിലാണ് ഞാൻ ഈ മുന്നോട്ട് പോകുന്നത്. അപ്പൊ എന്നത്തെ പോലെ രാവിലെ നീറ്റ് കുളിയും ഡ്രസ് മാറ്റിലൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ ഷോപ്പിൽ കിടക്കാം. നമ്മൾ ഷോപ്പൊക്കെ ഒരു 5 മിനിറ്റ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നടന്നു പോകുമ്പോഴാണ് ഈ ഒരു കാഴ്ച കാണുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഓട്ടോറിക്ഷ ചേട്ടന്മാർ ഓട്ടോറിക്ഷ സൈഡാക്കി ഏതെങ്കിലും ബസ് സ്റ്റോപ്പിന്റെ സൈഡിൽ നിന്ന് കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കഥ അറിയുന്ന കാഴ്ചകൾ നിങ്ങൾ കാണാം. അതേപോലെ ഇവിടുത്തെ പാകിസ്ഥാനികൾ കുറച്ച് വണ്ടികൾ സൈഡാക്കിയിട്ട് ഇവിടെ ഒരു മരത്തിന്റെ ചോട്ടിൽ സോഫ സെറ്റ് എടുത്തിട്ട് കണ്ട് ഇരുന്നുണ്ട് കഥ അറിയുന്നത്. എന്താ എന്തായാലും അവരെ സന്തോഷമല്ലേ അവർക്ക് വലുത്. അപ്പൊ അവര് സന്തോഷിക്കട്ടേന്ന്. അപ്പൊ ഞാൻ നേരെ ഷോപ്പ് തുറന്ന് നേരെ ഉള്ളിലുണ്ട്. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ആദ്യത്തെ പാലായിട്ട് എങ്ങനെങ്കിലും പോയി AC ഓൺ ആക്കില്ല. പുറത്തെ ചൂട് അപാരാണ്. ഇപ്പോഴും ഇത് കുറഞ്ഞിട്ട് തന്നെ വന്ന് സിസ്റ്റം ഓൺ ആക്കിയിട്ട് പിന്നെ പോയി ഒരു ഗ്ലാസ് ചായ ഒരു കടി എടുത്ത് തുറന്നു. അതാണ് പിന്നെ ഷോപ്പിലുള്ള അല്ലറ ചില്ലറ വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് സമയം 1 മണിയായി. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മളൊരു മെസ്സ് ചേർന്നിട്ടുള്ള ഹോട്ടലിൽ കണ്ട് ചെന്ന് അവിടെ ചെന്നപ്പോഴാണ് ഈ ഒരു കാക്ക. ഹോട്ടലിലേക്ക് ചെന്നാല് മൂപ്പർക്ക് എല്ലാവരും മൂപ്പരെ മക്കളെ പോലെ തന്നെ അതേപോലെ മൂപ്പരവിടെ ട്രീറ്റ് ചെയ്യുള്ളൂ. നല്ലൊരു മനുഷ്യല്ലേ. ഇത് കണ്ടിട്ട് നിങ്ങൾ ചോദിക്കേണ്ട ട്രീറ്റ് ചെയ്യുന്ന ഭാഗത്ത് മൂപ്പരെന്തായിരുന്നു ചോറ് കഴിക്കുന്നത്. മൂപ്പരെ ഡ്യൂട്ടി കഴിഞ്ഞിരിക്കണേ, മൂപ്പര് ഫുഡ് കഴിച്ച് റൂമിൽ പോകാൻ സമയക്കണം. അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിച്ച് ഞങ്ങൾ റൂമിൽ പോട്ടെ. ഞായറാഴ്ച ആയത് കൊണ്ട് തന്നെ മെസ്സിന്റെ കൂടെ ഞങ്ങൾക്ക് ഉച്ചക്കത്തെ ചോറിന് പായസം ഉണ്ടായിരുന്നു. അതും കുടിച്ച് ഞാൻ നേരെ പള്ളി കണ്ടി. എന്നപ്പോഴാണെങ്കിൽ ചൂടുകൊണ്ടാണ് തോന്നുന്നുണ്ട് വെള്ളമൊക്കെ വറ്റിക്കണം തോന്നുന്നുണ്ട്. പൈപ്പിൽ ഒരു തുള്ളി വെള്ളമില്ല. പിന്നെ നോക്കിയാൽ നമ്മൾ നേരെ വിട്ട് നമ്മൾ റൂമിലെത്തി ഉള്ളടുത്ത് നേരെ നിസ്കരിക്കാൻ നിസ്കാരം കഴിഞ്ഞ് നമുക്ക് ഒരു ചെറിയ സ്ഥലം വരെ പോകണം. എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ചങ്ങായി നാട്ടിൽ നിന്ന് വന്നു. നാട്ടിലാകുമ്പോൾ ദുബായിൽ നിന്ന് ആരെങ്കിലും കാണാൻ പോകാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും തിന്നാൻ കിട്ടല്ലോ. അതേപോലെ നാട്ടിൽ നിന്ന് വന്ന ഈ ചങ്ങനെ കാണാൻ വേണ്ടിട്ട് ഞാൻ നേരെ ഓൻ്റെ അടുത്ത് ആരാന്ന് വെച്ചാൽ ഞാൻ ജിമ്മത്തെ കോച്ചാണ്. പക്ഷെ കോച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾ വലിയ ബിൽഡപ്പ് ഒന്നും കൊടുക്കണ്ട. ആളൊരു പഞ്ചപാവാണ്. നമ്മുടെ മമ്മൂക്കാന്റെ ഫിലിമിൽ പറഞ്ഞില്ലേ സ്റ്റൈലൻ ചിരിയ കുഞ്ഞി കണ്ണുകളാണ്. ഏതാ ഫിലിമിൽ ഞാൻ മറന്നുപോയി. എന്തായാലും അതേപോലത്തെ ഒരു മനുഷ്യനാണ് ഈ ചങ്ങായി. അവന്റെ കഥ അറിഞ്ഞത് പിന്നെ അസർബാൻ കൊടുത്തപ്പോൾ ഞാൻ നേരെ പള്ളി പോയി അസർ നിസ്കരിച്ച് 2 ഗ്ലാസ് വെള്ളം എടുത്ത് നേരെ വിട്ട് ഷോപ്പിക്ക്. അപ്പൊ ഇന്നത്തെ പരിപാടി ഇത്രേ ഉള്ളൂ. അപ്പൊ ഓക്കെ ബൈ.